Fredholm theory. In the general case of a continuous kernel K of x chi, which need not be real, it is possible to express the resolvent kernel gamma of x chi lambda as the ratio of two infinite series of powers of lambda, okay, in such a way that both series converge for all values of lambda. അതായത് ഇത്രേ ഉള്ളൂ. നമ്മൾ റിസോൾവൻ കേർണൽ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടായിരുന്നു കെ ഓഫ് എക്സ് കൈ എന്ന് പറയുന്നത് കണ്ടിന്യൂസും റിയലും ആകുന്ന കേസാണ് നമ്മൾ ജനറൽ കേസായിട്ട് ട്രീറ്റ് ചെയ്തത്. ഓക്കെ, പക്ഷെ എന്നാൽ ഇവിടെ നമ്മുടെ കേർണൽ റിയൽ അല്ലാത്ത റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലാത്ത കേസ് വരുമ്പോൾ നമുക്ക് റിസോൾവൻ കേർണൽ ഗാമ ഓഫ് എക്സ് കൈ ലാംഡ എന്ന് പറയുന്ന റിസോൾവൻ കേർണലിനെ നമുക്ക് രണ്ട് ഇൻഫിനിറ്റ് സീരീസിന്റെ റേഷ്യോ ആക്കി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ആ രണ്ട് ഇൻഫിനിറ്റ് സീരീസും കൺവേർജ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ബോത്ത് in such a way that both series converge for all values of lambda. അതായത് ഇത്ര ഇവിടെ പറയുന്നുള്ളൂ. നമ്മുടെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ടാണ് ഇത് പറയുന്നത്. കേർണൽ കെ ഓഫ് എക്സ് കെ റിയൽ അല്ലാത്ത കേസിൽ നമുക്ക് റിസോൾവൻ കേർണലിനെ റേഷ്യോ ഓഫ് ടു ഇൻഫിനിറ്റ് സീരീസ്, രണ്ട് ഇൻഫിനിറ്റ് സീരീസുകളുടെ റേഷ്യോ ആയിട്ട് നമുക്ക് റിസോൾവൻ കേർണലിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ രണ്ട് സീരീസും ആ രണ്ട് ഇൻഫിനിറ്റ് സീരീസും എല്ലാ വാല്യൂസിനും ലാംഡയുടെ എല്ലാ വാല്യൂസിനും അത് കൺവേർജ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരുന്ന കേസിൽ കെ ഓഫ് എക്സ് കെ റിയൽ അല്ലാത്ത കേസിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഫ്രെഡോം ഇക്വേഷന്റെ സെക്കൻഡ് കൈൻഡ് ഫ്രെഡോം ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. കേർണൽ റിയൽ അല്ലാത്ത സിറ്റുവേഷനിൽ ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ്, കേർണൽ റിയൽ അല്ലാത്ത സിറ്റുവേഷൻ. ഓക്കെ, ആ സിറ്റുവേഷനിൽ നമ്മൾ ഈ രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് റിസോൾവൻ കേർണൽ ഉപയോഗിച്ച് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന കേസാണ് പറയുന്നത്. റിസോൾവൻ കേർണലിനെ രണ്ട് ഇൻഫിനിറ്റ് സീരീസിന്റെ റേഷ്യോ ആക്കി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ആ രണ്ട് ഇൻഫിനിറ്റ് സീരീസും ലാംഡയുടെ എല്ലാ വാല്യൂസിലും കൺവേർജ് ചെയ്യും. ആ രണ്ട് ഇൻഫിനിറ്റ് സീരീസും ലാംഡയിലുള്ള ഒരു സീരീസ് ആയിരിക്കും. അത് ലാംഡ കൂടെ റെപ്രസെന്റ് ചെയ്യുന്ന ടേംസ് ആയിരിക്കും അതിനകത്ത് വരിക. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലെ രണ്ട് സീരീസിലും ആ രണ്ട് സീരീസും കൺവേർജ് ചെയ്യും ഫോർ ഓൾ വാല്യൂസ് ഓഫ് ലാംഡ. Okay. So, resolvent kernel ഇവിടെ expression കൊടുത്തിട്ടുണ്ട്. Gamma of x chi lambda is d of x chi lambda by delta of lambda. So, numerator infinite series ആണ് d of x chi lambda, denominator infinite series delta of lambda. Where d of x chi lambda അതിന്റെ expansion കൊടുത്തിട്ടുണ്ട്, series expansion. That is k of x chi plus lambda into d1 of x chi plus lambda square into d2 of x chi plus etc. നമ്മൾ നോക്കിയാൽ അറിയാം ഇത് ലാംഡയിലുള്ള ഒരു സീരീസ് ആണ്. ഇതിനകത്ത് ഫസ്റ്റ് ടേം കേർണൽ ആണ്, കേർണൽ ഓഫ് എക്സ് കൈ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷന്റെ കേർണൽ. അതിനുശേഷം ലാംഡ d1 ഓഫ് എക്സ് കൈ, അത് ലാംഡ സ്ക്വയർ ഒക്കെ ഓക്കെ, d1 ഓഫ് എക്സ് കൈ d2 ഓഫ് എക്സ് കൈ എന്താണെന്നുള്ളത് നമ്മൾ താഴത്തെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെൽറ്റ ഓഫ് ലാംഡ എന്ന് പറയുന്ന സീരീസ് ആണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. 1 പ്ലസ് ലാംഡ c1 പ്ലസ് ലാംഡ സ്ക്വയർ c2 പ്ലസ് എക്സെട്ര. ഈ c1 c2 എക്സെട്ര ആ ടേംസ് നമ്മൾ താഴത്തെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. where Cn and generally Cn and അതേപോലെ d1 d2 ഉണ്ട്. So dn of xk are determined by അതിന്റെ ഫോർമുലാസ് ആണ് താഴെ പറയുന്നത്. C1 is equal to integral a to b k of xx dx. So C1 കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്റഗ്രൽ a to b k of xx, k of xk ആണ് നമ്മുടെ ഗിവൺ ഇന്റഗ്രൽ ഇക്വേഷനിലെ കേർണൽ. ഖൈക്ക് പകരം x തന്നെ കൊടുക്കണം. സോ അങ്ങനെ k of xx എടുക്കണം. എന്നിട്ട് അതിനെ ഇന്റഗ്രൽ a to b ചെയ്യുമ്പോൾ നമുക്ക് C1 കിട്ടും. ഇനി ആ C1 ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ d1 of x കൈ ഡിഫൈൻ ചെയ്യുന്നത്. d1 of x കൈ ഈസ് C1 ഇൻറ്റു, കണ്ടു ഈ C1 ആദ്യം കണ്ടുപിടിക്കണം, അത് ഉപയോഗിച്ചുകൊണ്ടാണ് d1 ഡിഫൈൻ ചെയ്യുക. C1 ഇൻറ്റു കേർണൽ k of x കൈ പ്ലസ് ഇന്റഗ്രൽ a to b, ഇത് k of x ഖൈ1, ഖൈക്ക് പകരം ഖൈ1 കൊടുക്കുന്നു. അതേപോലെ ഇൻറ്റു k of ഖൈ1 ഖൈ, k of x കൈയിൽ എക്സിന് പകരം ഖൈ1 കൊടുക്കുന്നതാണ് അടുത്തത്, k of ഖൈ1 ഖൈ d ഖൈ1. ഓക്കെ, സോ ആദ്യം C1 കണ്ടുപിടിച്ചു, അത് ഉപയോഗിച്ച് d1 കണ്ടുപിടിച്ചു. ഇനി അതിനുശേഷം ഈ d1 ഉപയോഗിച്ചുകൊണ്ട് വേണം C2 കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇതങ്ങനെ സൈക്ലിക് ആയിട്ടാണ് പോകുന്നത്, ആ ഓർഡറിൽ തന്നെ പോകുന്നത്. ആദ്യം C1 പിന്നെ d1 അതിനുശേഷം C2. C2 is integral a to b d1 of xx dx. നമ്മൾ d1 of x കൈ കണ്ടുപിടിച്ചു, അതിൽ ഖൈക്ക് പകരം x കൊടുക്കുമ്പോൾ നമുക്ക് d1 of xx കിട്ടും. സോ C2 is defined as integral a to b d1 of xx dx. Similarly d2 of x കൈ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ C2 ഉപയോഗിച്ചിട്ടാണ്. d2 of x chi c2 into k of x chi plus integral a to b k of x chi1 into ഇനി ഇന്റഗ്രലിനകത്തും എന്ത് തന്നെയാണ് കൊടുക്കുക, d1 ആണ് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് d2 ലേക്ക് വരുമ്പോൾ d1 of chi1 chi d chi1 എക്സെട്ര. സിമിലർലി ഇതുപോലെ തന്നെ ചെയ്തു പോവുക. cn എന്ന് പറയുന്നത് എന്ത് വരും, cn is integral a to b dn-1 xx dx വരും. ഈ c2 എഴുതിയ അതേ ഫോർമാറ്റിൽ തന്നെ വന്നാൽ മതി.
നെക്സ്റ്റ് dn of xk is cn into k of xk plus integral a to b k of x chi1 into dn minus 1 of chi1 chi d chi1. സോ ഇതിങ്ങനെയാണ് കോഎഫിഷ്യൻ സി എന്നും ഡി എൻ ഓഫ് എക്സ് കെയും ഡിറ്റർമിൻ ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്റഗ്രൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ റിസോൾവന്റ് കേർണലിനെ ഇതുപോലെ രണ്ട് സീരീസിന്റെ റേഷ്യോ ആക്കി എഴുതിയാൽ ആ രണ്ട് സീരീസും എങ്ങനെ കണ്ടുപിടിക്കും, അതിലെ കോഎഫിഷ്യൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്, ആ രണ്ട് സീരീസും എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നമ്മൾ കണ്ടു. ഇനി അങ്ങനെ ആണെങ്കിൽ അത് ഉപയോഗിച്ച് ആ റിസോൾവന്റ് കേർണൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സൊല്യൂഷൻ എഴുതും എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. Then the solution of the equation y of x is equal to f of x plus lambda integral a to b k of x k y of k d k. സെക്കൻഡ് കൈൻഡ് ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ ആണ് എടുത്തിരിക്കുന്നത്. അതിന്റെ സൊല്യൂഷൻ ഇസ് ഗിവൺ ബൈ, ഇങ്ങനെയാണ് സൊല്യൂഷൻ എഴുതുക. y of x is equal to f of x plus ഈ f of x അതുപോലെ തന്നെ പ്ലസ് ലാംഡ ഇൻറ്റു ഇന്റഗ്രൽ a to b എന്താണ് d of x chi ലാംഡ. ആ d എന്ന് പറയുന്ന റിസോൾവൻ d of x chi ലാംഡ എന്ന് പറയുന്നത് റിസോൾവൻ കേർണലിന്റെ ന്യൂമറേറ്റർ ആണ്. ഇൻറ്റു എഫ് ഓഫ് ഖൈ ഡി ഖൈ. ഈ എഫ് ഓഫ് എക്സിന് പകരം ഖൈ കൊടുക്കുന്നതാണ് എഫ് ഓഫ് ഖൈ, ക്യാപിറ്റൽ എഫ് ഓഫ് ഖൈ ഡി ഖൈ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഓഫ് ലാംഡ. ഡെൽറ്റ ഓഫ് ലാംഡ എന്ന് പറയുന്നത് റിസോൾവന്റ് കേർണലിന്റെ ആ സീരീസിലെ ഡിനോമിനേറ്റർ ആണ്. ഓക്കെ, സോ ഈ ഡിയും ലാംഡയും റിസോൾവന്റ് കേർണലിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ട് റേഷ്യോ ഓഫ് 2 സീരീസ് ആയിട്ട് എഴുതാൻ സാധിച്ചാൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് സൊല്യൂഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി ഒരു നോട്ടായിട്ട് പറയുന്നത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ സൊല്യൂഷൻ ഇങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു. ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡെൽറ്റ ഓഫ് ലാംഡ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇതിന്റെ ഡിനോമിനേറ്റർ ആണല്ലോ ഡെൽറ്റ ഓഫ് ലാംഡ. ഇത് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. The denominator delta of lambda vanishes only when lambda takes on a characteristic value. Delta of lambda vanish ചെയ്യുന്നത് lambda characteristic values എടുക്കുമ്പോൾ മാത്രമാണ്. In which case, അതായത് in that case either no solution, ആ കേസിൽ ഒന്നെങ്കിൽ no solution ആയിരിക്കും അല്ലെങ്കിൽ infinitely many solution ആയിരിക്കും. അത് നമ്മൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ആണ്. നമ്മൾ ഇപ്പം എന്താ പറയാ, നമ്മൾ ഫ്രെഡോം ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡിന്റെ നമ്മൾ സീരീസ് സൊല്യൂഷനെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഐട്രേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സീരീസ് സൊല്യൂഷൻ എഴുതുന്നത് കണ്ടായിരുന്നു, ഐട്രേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ഐട്രേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സീരീസ് സൊല്യൂഷൻ എഴുതുന്നിടത്തും നമ്മൾ എന്താണ് സീരീസ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ് ലാംഡ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എടുക്കാത്തപ്പോൾ നമുക്ക് അവിടെ ഒരു യുണീക് സൊല്യൂഷൻ, ആ യുണീക് സൊല്യൂഷൻ നമ്മുടെ സീരീസ് സൊല്യൂഷൻ ആണ്, അങ്ങനെ നമുക്ക് കിട്ടും. ഇനി ലാംഡ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എടുക്കുന്ന കേസിൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ പുറകോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഫ്രെഡോം തിയറിയുടെ ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ പാർട്ടി പറഞ്ഞായിരുന്നു ഒരു കാര്യം, ലാംഡ ഈക്വൽ ടു ലാംഡയ്ക്ക് അഥവാ ലാംഡ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എടുക്കുന്ന കേസിൽ എഫ് ഓഫ് എക്സ് ഈസ് ഓർത്തോഗണൽ ടു ദ ഐഗൻ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ, എഫ് ഓഫ് എക്സ് ഈസ് ഓർത്തോഗണൽ ടു ദ ഐഗൻ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ കറസ്പോണ്ടിംഗ്ലി ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരികയും എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഓർത്തോഗണൽ ടു ദി കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ അവിടെ നോ സൊല്യൂഷൻ വരുന്ന ഒരു കേസ് നമ്മൾ കണ്ടായിരുന്നു. അതായത് ലാംഡ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എടുക്കുമ്പോൾ രണ്ട് കേസാണ് വരിക, ഒന്നെങ്കിൽ നോ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഡിനോമിനേറ്റർ ഡെൽറ്റ ഓഫ് ലാംഡ വാനിഷ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഓൺലി വെൻ ലാംഡ ടേക്സ് ഓൺ എ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ. ആ കേസിൽ ഒന്നെങ്കിൽ നോ സൊല്യൂഷൻ വരും അല്ലെങ്കിൽ ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ വരും. സോ ലാംഡ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എടുക്കാത്ത കേസിൽ നമുക്ക് യുണീക് സൊല്യൂഷൻ ആയിരിക്കും കിട്ടുക, എപ്പോഴത്തെയും പോലെ തന്നെ. ഓക്കെ, അതാണ് ഇന്റഗ്രൽ ഇക്വേഷന്റെ കേസിൽ. ലാംഡ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എടുക്കാത്തപ്പോൾ നമുക്ക് യൂണിക് സൊല്യൂഷൻ കിട്ടും. ലാംഡ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എടുക്കുമ്പോൾ പിന്നെ കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്ത് എന്താണ് ഒന്നെങ്കിൽ നോ സൊല്യൂഷൻ വരാം അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരാം. അത് തന്നെയാണ് ഇവിടെയും പറയുന്ന കേസ്. ഓക്കെ, ഇനി ഫ്രെഡോം തിയറി, നമ്മൾ ഈ ടോപ്പിക്കിന്റെ പേര് പറഞ്ഞത് ഫ്രെഡോം തിയറി എന്നായിരുന്നു. ഫസ്റ്റ് എന്നിട്ട് നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്തത് കേർണൽ റിയൽ അല്ലാതെ വരുന്ന കേസിൽ നമുക്ക് റിസോൾവന്റ് കേർണലിനെ രണ്ട് സീരീസിന്റെ റേഷ്യോ ആക്കി എഴുതാം, ആ കേസിൽ സൊല്യൂഷൻ എന്ത് വരും എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഫ്രെഡോം തിയറി എന്ന് പറയുന്നത് നെക്സ്റ്റ് പറയാൻ പോകും നമ്മൾ ഇത്രയും നാള് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ലാംഡ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എടുക്കാത്തപ്പോൾ നമുക്ക് യുണീക് സൊല്യൂഷൻ കിട്ടും, ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എടുക്കുമ്പോൾ രണ്ട് കണ്ടീഷൻസ് വെച്ചിട്ടാണ് നോ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. നമ്മുടെ ഹിൽബർട്ട് ഷ്മിത്ത് തിയറിയിലും സീരീസ് സൊല്യൂഷന്റെ കേസിലും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ നമ്മുടെ സെപ്പറബിൾ കേർണൽ വരുമ്പോഴും ഒക്കെ നമ്മൾ കണ്ടതാണ് സൊല്യൂഷൻസ് എങ്ങനെയാണ് വരുന്നത്. ഈ പറഞ്ഞ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം, അതായത് ഒരു ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷന്റെ സൊല്യൂഷൻസ് എടുക്കാൻ പോകുന്ന കേസുകളെല്ലാം നമ്മൾ ഇത്ര നാൾ പഠിച്ചതാണ്. ആ കാര്യങ്ങൾ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്ത് ഒരു റിസൾട്ട് പോലെ പറയുകയാണ്. ഇതിന് മുന്നേ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അതെല്ലാം ജസ്റ്റ് ഒന്ന് റിസൾട്ട് പോലെ പറയാണ്. ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷനെ സംബന്ധിച്ച് അതിന്റെ സൊല്യൂഷൻസ് എങ്ങനെയൊക്കെ വരാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതെല്ലാം അതെല്ലാം ജസ്റ്റ് ഒന്ന് റിസൾട്ട് ആയിട്ട് പറയണം. അതാണ് ഫ്രെഡോം തിയറി എന്ന് പറയുന്ന ടോപ്പിക്കിൽ അവർ
കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ സൊല്യൂഷൻസ് എങ്ങനെയൊക്കെ വരാം. ഓക്കെ, സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. The equation y of x is equal to f of x plus lambda integral a to b k of x k y of k dk. അതായത് സെക്കൻഡ് കൈൻഡ് ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ, നോൺ ഹോമോജനസ് ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ എടുത്തിരിക്കുകയാണ്. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, കാരണം അത് പിന്നെയും റഫർ ചെയ്യുന്നുണ്ട്. Where AB is a finite interval and where f of x and k of xk are continuous. f of x and k of xk continuous ആവുന്ന കേസിൽ പോസസ്. അപ്പം k of xk റിയൽ എന്ന് പറയുന്ന കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. നമ്മളിവിടെ കണ്ടു k of xk റിയൽ അല്ലാത്ത കേസിലും എന്താണ് സാധാരണ ഒരു ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷന്റെ റിയൽ കേർണൽ വരുന്ന കേസിൽ സൊല്യൂഷൻ വരുന്ന പോലെ തന്നെ വരുന്നുള്ളൂ കേസ്. അതായത് ലാംഡ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എടുക്കാത്തപ്പോൾ യുണീക് സൊല്യൂഷൻ, അല്ലാത്തപ്പോൾ നോ സൊല്യൂഷൻ. ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എടുക്കുമ്പോൾ നോ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. സോ എന്താണ് ഇപ്പൊ കേർണൽ എന്ന് പറയുന്നത് റിയൽ എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ പറയുന്നില്ല. റിയൽ ആണെങ്കിലും അല്ലെങ്കിലും സൊല്യൂഷൻസിന്റെ കേസിൽ സെയിം ആണ് വരിക. അതിന്റെ സൊല്യൂഷൻസിന്റെ നേച്ചർ ഓഫ് സൊല്യൂഷൻസ് സെയിം ആയിരിക്കും. സൊല്യൂഷൻ എഴുതുന്നത് വ്യത്യാസമുണ്ട്, സൊല്യൂഷൻ എഴുതുന്നത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. മറ്റേ കേസിൽ നമുക്ക് സീരീസ് സൊല്യൂഷൻ ആയിട്ട് എഴുതാം. ഇവിടെ വേറൊരു ടൈപ്പിലാണ് നമ്മൾ സൊല്യൂഷൻ എഴുതുക, കേർണൽ റിയൽ അല്ലാത്തപ്പോൾ. പക്ഷേ സൊല്യൂഷൻസിന്റെ നേച്ചറിന് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഈ റിസൾട്ട് ആയിട്ട് പറയുന്ന നേച്ചർ ഓഫ് സൊല്യൂഷൻസ് മാത്രമാണ്. സോ അതുകൊണ്ടാണ് എഫ് ഓഫ് എക്സും കേർണൽ ഓഫ് എക്സിനെ കണ്ടിന്യൂസ് എന്ന് പറയുന്ന കണ്ടീഷൻ മാത്രമേ ഇമ്പോസ് ചെയ്തിട്ടുള്ളൂ. സോ നമ്മൾ ഈ ഇന്റഗ്രൽ ഇക്വേഷൻ സെക്കൻഡ് കൈൻഡ് ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ എടുത്തു. അവിടെ എഫ് ഓഫ് എക്സും കെ ഓഫ് എക്സ്കയും കണ്ടിന്യൂസ് ആണെങ്കിൽ ദാറ്റ് പോസസ് വൺ ആൻഡ് ഓൺലി വൺ കണ്ടിന്യൂസ് സൊല്യൂഷൻ ഫോർ എനി ഫിക്സഡ് വാല്യൂ ഓഫ് ലാംഡ. അങ്ങനെ എടുക്കുമ്പോൾ ആ ഇന്റഗ്രൽ ഇക്വേഷന് എപ്പോഴും യുണീക് സൊല്യൂഷൻ, വൺ ആൻഡ് ഓൺലി വൺ കണ്ടിന്യൂസ് സൊല്യൂഷൻ. സോ ഒരു യുണീക് കണ്ടിന്യൂസ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും ഫോർ എനി ഫിക്സഡ് വാല്യൂ ഓഫ് ലാംഡ. ലാംഡയുടെ ഏത് വാല്യൂവിനും ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് വിച്ച് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ. സോ ലാംഡ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എടുക്കാത്തപ്പോൾ നമ്മുടെ സെക്കൻഡ് കൈൻഡ് ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ എന്തുണ്ട്, യുണീക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. അത് നമ്മൾ സീരീസ് സൊല്യൂഷൻ കണ്ടപ്പോഴും കണ്ടു, അതിന് മുന്നേ ഹിൽബർട്ട് ഷ്മിത്ത് തിയറിയിൽ നമ്മൾ കണ്ടു. ഹിൽബർട്ട് ഷ്മിത്ത് തിയറിയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് വന്നപ്പോഴും നമ്മൾ അത് തന്നെ കണ്ടു. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. എഫ് ഓഫ് എക്സും കെ ഓഫ് എക്സ്കയും കണ്ടിന്യൂസ് ആയിരിക്കണം, അങ്ങനെ ആണെങ്കിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുക. സോ ലാംഡ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എടുക്കാത്തപ്പോൾ നമ്മുടെ ഇന്റഗ്രൽ ഇക്വേഷൻ യുണീക് സൊല്യൂഷൻ ഉണ്ട്. അതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ലാംഡ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. ഇഫ് ലാംഡ സി ഇസ് എ ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഓഫ് മൾട്ടിപ്ലിസിറ്റി ആർ, ലാംഡ സി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണ്. അതിന്റെ മൾട്ടിപ്ലിസിറ്റി അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ആർ ടൈംസ്. ദാറ്റ് ഈസ് ഇഫ് ദ അസോസിയേറ്റഡ് ഹോമോജനസ് ഇക്വേഷൻ. സോ നമ്മുടെ അങ്ങനെയാണെങ്കിൽ ലാംഡ സി ഇസ് എ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ദാറ്റ് ഈസ് റിപ്പീറ്റിംഗ് ആർ ടൈംസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കറസ്പോണ്ടിങ് ഹോമോജനസ് ഇക്വേഷൻ എടുക്കുകയാണ്. സോ അതായത് എഫ് ഓഫ് എക്സ് 0 കൊടുത്തിട്ട്, അതാണല്ലോ അസോസിയേറ്റഡ് ഹോമോജനസ് ഇക്വേഷൻ ഇതിന്റെ. സോ വൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ സി, ഈ ക്യാരക്ടറിസ്റ്റിക് നമ്പർ കൊടുക്കുന്നു. എഫ് ഓഫ് എക്സിന് 0 കൊടുക്കുന്നു, അവിടെ അത്രേ ഉള്ളൂ. ലാംഡ സി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് നമ്പർ ആയിട്ട് ലാംഡ കൊടുക്കുന്നു. ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് കെ വൈ ഓഫ് കെ ഡി കൈ പൊസസ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. അതായത് നമുക്കറിയാം ഓരോ ക്യാരക്ടറിസ്റ്റിക് നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ആ സൊല്യൂഷനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഇവിടെ ഈ ലാംഡ സി ഈ ക്യാരക്ടറിസ്റ്റിക് നമ്പർ ആർ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലാംഡ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആർ നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യും. അതെല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റും ആയിരിക്കും. സോ അതാണ് ഇവിടെ പറയുന്നത്. ഈ ലാംഡ സി ആർ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഉറപ്പായിട്ടും ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഇതിന് എക്സിസ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ആ സൊല്യൂഷൻസ് ഞാൻ കൊടുക്കുകയാണ്. സാറിന് നമ്മൾ y1 y2 എന്നാണ് കൊടുക്കുന്നത്. ഇവിടെ 5 1 5 2 എക്സെട്ര 5 r, ഇതാണ് ആ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ്. ഇതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുക. ദെൻ ആർ ഇസ് ഫൈനൈറ്റ്. അങ്ങനെ ആണെങ്കിൽ ഈ ആർ ഫൈനൈറ്റ് ആയിരിക്കും. ആൻഡ് ദി അസോസിയേറ്റഡ് ട്രാൻസ്പോസ്ഡ് ഹോമോജനസ് ഇക്വേഷൻ. കൂടാതെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജനസ് ട്രാൻസ്പോസ്ഡ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്പോസ്ഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കേർണൽ കെ ഓഫ് എക്സ് കൈക്ക് പകരം കെ ഓഫ് കൈ എക്സ് ഉപയോഗിക്കുന്നു. ഓക്കെ, അത് വെച്ചിട്ട് ലാംഡ സി ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് കൈ എക്സ് ഇൻറ്റു വൈ ഓഫ് കൈ ഡി കൈ, അതിന്റെ സൊല്യൂഷൻസ്. സോ വൈ ഓഫ് കൈക്ക് പകരം ഞാൻ അനദർ വേരിയബിൾ അത് വെച്ച് അതിനെ ഡിനോട്ട് ചെയ്യുന്നേ ഉള്ളൂ. സോ സെഡ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ സി ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് കൈ എക്സ്. കേർണൽ നമ്മൾ ഷഫിൾ ചെയ്ത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. വേരിയബിൾ ഇന്റർചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. സോ അങ്ങനത്തെ ട്രാൻസ്പോസ് ചെയ്തുകൊണ്ടുള്ള ഇന്റഗ്രൽ ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ അതിനും ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ഇത്ര നാൾ പഠിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്, പുതിയതായിട്ടൊരു കാര്യമാണ്. സോ അത് അറിഞ്ഞിരിക്കാം. അതിനെ ഞാൻ ആ സൊല്യൂഷനെ 5 1 5 2 എക്സെട്ര 5 r എന്ന് ഡിനോട്ട് ചെയ്തു. സോ ഇതിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ, ലാംഡ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഓഫ് മൾട്ടിപ്ലിസിറ്റി ആർ. അങ്ങനെ ആണെങ്കിൽ കറസ്പോണ്ടിങ് അസോസിയേറ്റഡ് ഹോമോജനസ് ഇക്വേഷന് എന്തുണ്ടായിരിക്കും, ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ ആണെങ്കിൽ കറസ്പോണ്ടിങ് ട്രാൻസ്പോസ്ഡ് ഹോമോജനസ് ഇക്വേഷനും
എന്തുണ്ടാവും? ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. ഇൻ ദിസ് എക്സെപ്ഷണൽ കേസ് എന്ന് ഇവർ പറയുന്നത് ലാംഡ ഈക്വൽ ടു ലാംഡ സി, അതായത് ലാംഡ ഒരു ക്യാരക്ടറിസ്റ്റിക് നമ്പർ എടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1, നമ്മുടെ തന്നിരുന്ന ഫ്രെഡോം ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഫ്രെഡോം തിയറിയുടെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഈ കാര്യം ലാംഡ ഈക്വൽ ടു ലാംഡ സി എടുക്കുമ്പോൾ ഇക്വേഷൻ 1, അതായത് ഗിവൺ ഇന്റഗ്രൽ ഇക്വേഷൻ പോസസ് നോ സൊല്യൂഷൻ വരും. എപ്പോഴാണ് no solution? Unless f of x is orthogonal to each of the characteristic functions phi 1, phi 2, etc. phi r. f of x is orthogonal to the characteristic functions ആണെങ്കിൽ അവിടെ എന്താണ്? No solution അല്ല. f of x is not, unless f of x is orthogonal to them. f of x is not orthogonal to characteristic function ആണെങ്കിൽ അവിടെ എന്ത് വരും? No solution വരും. മനസ്സിലാവുന്നുണ്ട് ഇത് പറയുന്നത്? ഇത് നിങ്ങൾ ഫ്രെഡോം തിയറിയുടെ ലാസ്റ്റ് പാർട്ട് എടുത്ത് നോക്കിയാലും ഇത് തന്നെ കാണും. ലാംഡ ഈക്വൽ ടു എ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എടുക്കുന്നു ആൻഡ് അൺലെസ് നോ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്? എഫ് ഓഫ് എക്സ് ഇസ് ഓർത്തോഗണൽ ടു ഈച്ച് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസ് ആണെങ്കിൽ നോ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ നമുക്ക് എന്ത് പറയാം? നോ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്? എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഓർത്തോഗണൽ ടു ഈച്ച് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസ്. അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് സംഭവിക്കും? അവിടെ നോ സൊല്യൂഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുക. സോ ആ എഫ് ഓഫ് എക്സ് ഇസ് ഓർത്തോഗണൽ ടു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസ് ഉള്ളതിന്റെ ഇന്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഫൈ കെ ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0. ഈ ഫൈ കെ എന്ന് പറയുന്ന ഓരോ ഫൈയും എടുക്കണം. സോ അതാണ് കെ വേരീസ് ഫ്രം 1 to r. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുത്തേ ഉള്ളൂ ഈ ഓർത്തോഗണാലിറ്റി കണ്ടീഷന്. ഓക്കെ, ഇനി നാലാമത്തെ പ്രോപ്പർട്ടി. ഫൈനലി ഇഫ് ലാംഡ ഈക്വൽ ടു ലാംഡ സി, ലാംഡ ഈക്വൽ ടു ഒരു ക്യാരക്ടറിസ്റ്റിക് നമ്പറും ആൻഡ് 2 ഈസ് സാറ്റിസ്ഫൈഡ്. കണ്ടോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എഫ് ഓഫ് എക്സ് ഈസ് ഓർത്തോഗണൽ ടു 2 is satisfied means f of x is orthogonal to the characteristic functions ആണെങ്കിൽ എന്തായിരിക്കും അവിടെ വരിക? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് unless f of x is orthogonal to, that means f of x is not orthogonal to characteristic functions ആണെങ്കിൽ അവിടെ no solution. Okay, lambda equal to lambda same f of x is not orthogonal to characteristic function ആണെങ്കിൽ അവിടെ no solution. നാലാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് lambda equal to lambda same അതേപോലെ f of x is orthogonal to characteristic function ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. അതെങ്ങനെ, ആ സൊല്യൂഷൻ എങ്ങനെ എഴുതുന്നതാണ് നെക്സ്റ്റ് പറയുന്നത്. Then the solution is determinate. Determinate means നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. Determinate only within an additive linear combination. ആ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എ ലീനിയർ, അഡിറ്റീവ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ ഐഗൻ ഫംഗ്ഷൻസ്. നമ്മുടെ ഹോമോജനസ് ഇക്വേഷന്റെ ഐഗൻ ഫംഗ്ഷൻസ് എന്തായിരുന്നു? ഫൈ 1, ഫൈ 2, എക്സെട്ര ഫൈ ആർ ആയിരുന്നു നമ്മുടെ ഗിവൺ ഹോമോജനസ് ഇക്വേഷന്റെ കറസ്പോണ്ടിങ് അസോസിയേറ്റഡ് ഹോമോജനസ് ഇക്വേഷൻ. ഗിവൺ ഇന്റഗ്രൽ ഇക്വേഷന്റെ അസോസിയേറ്റഡ് ഹോമോജനസ് ഇക്വേഷന്റെ ഐഗൻ ഫംഗ്ഷൻസ് ആയിരുന്നു ഫൈ 1, ഫൈ 2, എക്സെട്ര ഫൈ ആർ. സോ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. വേർ ആർ കോൺസ്റ്റൻസ്, ഇതിനകത്ത് എത്ര കോൺസ്റ്റൻസ് ഉണ്ട്? C1, C2, എക്സെട്ര സി ആർ. ആർ കോൺസ്റ്റൻസ് ഉണ്ട്. Cn എന്ന് പറയുന്നത് ആർബിട്രറി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഈ കേസിൽ എന്താണ്? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. കാരണം C1, C2, എക്സെട്ര സി ആർ ഓരോ വാല്യൂ എടുക്കുമ്പോഴും നമുക്ക് ഓരോ സൊല്യൂഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര സൊല്യൂഷൻ ഉണ്ട്? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഫൈ കെ ഓഫ് എക്സ് ആയിട്ട് ഓർത്തോഗണൽ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഫൈ കെ ഓഫ് എക്സ് ആയിട്ട് ഓർത്തോഗണൽ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തുമായിട്ട് ഓർത്തോഗണൽ ആയിരിക്കും? ഈ ഫൈ കെ അല്ല, സൈ കെ ഓഫ് എക്സ് ആയിട്ട് ഓർത്തോഗണൽ ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഫൈ 1, ഫൈ 2, എക്സെട്ര ഫൈ ആർ ഇതുമായിട്ടും ഓർത്തോഗണൽ ആയിരിക്കും. ഓക്കെ, ഇവിടെ അവർ ഇത് പറയാൻ യൂസ് ചെയ്തിരിക്കുന്നത് സൈ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളൊരു വോൾട്ടറ ഇന്റഗ്രൽ ഇക്വേഷനെ, ഇനി അടുത്ത നോട്ടായിട്ട് പറയാൻ പോകുന്ന കാര്യം, നമുക്കൊരു വോൾട്ടറ ഇന്റഗ്രൽ ഇക്വേഷനെ നമുക്ക് ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷന്റെ സ്പെഷ്യൽ കേസ് ആയിട്ട് പറയാൻ സാധിക്കും. അതാണ് പറയുന്നത്. A Volterra integral equation of the form. Second kind Volterra integral equation ആണ് എടുത്തിരിക്കുന്നത്. Y of x is equal to f of x plus lambda integral a to x k of x k y of k dk. Second kind Fredholm integral equation. a to x ആണ് ഇവിടെ ഇന്റഗ്രലിന്റെ ലിമിറ്റ്. Can be considered as a special form of a Fredholm equation with a kernel k tilde of x k. So നമുക്ക് ഇതിനെ Fredholm integral equation ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ കേർണൽ ആയിട്ട് ഉപയോഗിക്കേണ്ടത് എന്താണ്? k of x k ക്ക് പകരം k tilde of x k. So that is defined as 0 when x less than chi, and that is defined as k of x chi when x is greater than or equal to chi. So നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, നമ്മൾ ഇതിനെ ഫ്രെഡോം ഇക്വേഷൻ ആയിട്ട് എഴുതിയാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. y of x is equal to f of x plus lambda integral a to b ആണ് വരേണ്ടത്. ഓക്കെ, സോ a to b k tilde കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് a to x, x to b എന്ന് പറഞ്ഞ് ഞാൻ രണ്ട് ഇന്റഗ്രൽ ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ലാംഡ ഇൻഡ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്റഗ്രൽ a to x k of x k y of k d chi, k of x k അല്ല, k tilde of x k y of k d chi plus integral from x to b യും വരും.
അപ്പൊ എ ടു എക്സ് എന്ന് പറയുന്ന അവിടെ കെ ടിൽഡ എന്താണ് വരിക? എ ടു എക്സ് എന്ന് പറയുമ്പോൾ ഡി ഖൈ കണ്ടോ, ഡി ഖൈ വിത്ത് റെസ്പെക്ട് ടു ഖൈ ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഖൈ ഇസ് ലെസ് ദാൻ എക്സ്, ഖൈ ഇസ് ലൈസ് ബിറ്റ്വീൻ ഇന്റഗ്രൽ എ ടു എക്സ് അല്ലേ, ഖൈ ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് എക്സ്. അതായത് ഖൈ ലെസ് ദാൻ എക്സ്, ഇവിടെ ഏതാണ് ഖൈ ലെസ് ദാൻ എക്സ്? സോ ഈ സെക്കൻഡ് കണ്ടീഷൻ ആണ് കെ ടിൽഡയിൽ. സോ അവിടെ എന്ത് വരും? കെ ഓഫ് എക്സ് കൈ. സോ ലാംഡ ഇൻറ്റു ഇന്റഗ്രൽ എ ടു എക്സ് കെ ഓഫ് എക്സ് കൈ വൈ ഓഫ് കെ ഡി ഖൈ എന്ന് തന്നെ വരും. ഇനി അടുത്തത് എക്സ് ടു ബി, ഇന്റഗ്രൽ എക്സ് ടു ബിയുടെ അവിടെ എന്താണ് വരിക? എക്സ് ടു ബി ആണ്. സോ ഇന്റഗ്രൽ ഡി ഖൈ അല്ലേ വരുന്നത്. എക്സ് ടു ബി എന്ന് പറയുമ്പോൾ എന്താണ് വരിക? ഖൈ ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് ആണ്. കാരണം ഖൈ ലൈസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് ബി, അതുകൊണ്ട് തന്നെ ഖൈ ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് ആണ്. ഖൈ ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുക, ഖൈ ഗ്രേറ്റർ ദാൻ എക്സ്. അവിടെ കെ ടിൽഡ എന്താണ്? 0 ആണ്. സോ ആ ഇന്റഗ്രൽ കെ ഓഫ് എക്സ് കെയുടെ വാല്യൂ അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ 0 ആണ്. സോ ആ ഇന്റഗ്രൽ 0 ആയി പോകും. മനസ്സിലാവുന്നുണ്ടോ? ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷനെ നമുക്ക് ഈ കേർണൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഈ കേർണൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കറസ്പോണ്ടിങ് ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷന്റെ സ്പെഷ്യൽ കൈൻഡ് ആണ് ഇതെന്ന് പറയാം. കാരണം അവിടെ രണ്ടാമത്തെ ഇന്റഗ്രൽ നമ്മൾ ഇന്റഗ്രലിനെ എ ടു ബി എന്നുള്ളതിനെ എ ടു എക്സ് എക്സ് ടു ബി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ഇഷ്ടമുള്ള പോലെ. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് കേർണലിന്റെ വാല്യൂ ഇവിടെ 0 ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ടു ബിയിൽ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് അതിനെ ഒരു വോൾട്ടർ ഇന്റഗ്രൽ ഇക്വേഷനെ ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷനെ സ്പെഷ്യൽ കൈൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. കറസ്പോണ്ടിങ് കേർണൽ ഇതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബട്ട് കെ ടിൽഡ ഓഫ് എക്സ് കൈ ഈസ് ഡിസ്കണ്ടിന്യൂസ് വെൻ എക്സ് ഈക്വൽ ടു ഖൈ അൺലെസ് കെ ഓഫ് എക്സ് എക്സ് ഈസ് ഈക്വൽ ടു 0. കെ ടിൽഡ ഈ കേർണലിൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും ഇവിടെ എക്സ് ഈക്വൽ ടു ഖൈല. അൺലെസ് എപ്പോഴാണ് കെ ഓഫ് എക്സ് എക്സ് 0 അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. നമുക്കറിയാം നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഈ കേർണൽ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? എക്സും ഖൈ ആണ് ഇവിടെ. എക്സ് ഈക്വൽ ടു ഖൈ എന്ന് പറയുന്ന കണ്ടീഷനിൽ ഈ രണ്ട് പോയിന്റ്സും ഈക്വൽ ആയിരിക്കണം. എക്സ് ഈക്വൽ ടു ഖൈ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? കെ ഓഫ് എക്സ് എക്സ് വരും ഈ പാർട്ടിൽ, ഇവിടെ 0 തന്നെ. സോ കെ ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ ഈ കേർണൽ കണ്ടിന്യൂസ് ആവൂ. അതാണ് ഇതിന്റെ ഒരു കുഴപ്പം. നമ്മളിങ്ങനെ വോൾട്ടറെ ഫ്രെഡോമിന്റെ സ്പെഷ്യൽ കൈൻഡ് ആയിട്ട് എഴുതുമ്പോൾ ഈ കേർണൽ എപ്പോഴും കണ്ടിന്യൂസ് ആവണമെന്നില്ല. കെ ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ മാത്രമേ ആ കേർണൽ കണ്ടിന്യൂസ് ആവൂ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഫ്രെഡോമിന്റെ സ്പെഷ്യൽ കൈൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, if f of x and k of xk are continuous, ഇനി f of x ഉം k of xk നമ്മുടെ ഗിവൺ വോൾട്ടർ ഇക്വേഷന്റെ k of xk ആണ് ഈ പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു വോൾട്ടർ ഇന്റഗ്രൽ ഇക്വേഷൻ നമുക്ക് ഫ്രെഡോമിന്റെ സ്പെഷ്യൽ കൈൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ഒരു ഫ്രെഡോം ഇക്വേഷന്റെ സൊല്യൂഷൻസിനെ പറ്റി പറഞ്ഞ പോലെ ഒരു വോൾട്ടർ ഇക്വേഷന്റെ സൊല്യൂഷൻസ് എന്ത് വരും എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന കാര്യം. If f of x and k of xk are continuous, the Volterra equation possesses one and only one continuous solution. ഒരേ ഒരു കണ്ടിന്യൂസ്. ഓക്കെ, എഫ് ഓഫ് എക്സും കെ ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ വോൾട്ടർ ഇക്വേഷന് യുണീക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. യുണീക് കണ്ടിന്യൂസ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് കണ്ടിന്യൂസ് സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ നമ്മൾ സീരീസ് സൊല്യൂഷൻ പറഞ്ഞായിരുന്നു. ആ സീരീസ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. y of x is equal to f of x plus sigma n equal to 1 to infinity lambda raised to n kx raised to n of f of x. kx എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓപ്പറേറ്റർ കറസ്പോണ്ടിങ് ടു ദി വോൾട്ടർ ഇന്റഗ്രൽ ഇക്വേഷൻ. ഓക്കെ, ഫോർ എനി വാല്യൂ ഓഫ് ലാംഡ നമ്മൾ അവിടെ സീരീസ് സൊല്യൂഷൻ അഥവാ ഇറ്ററേറ്റീവ് മെത്തേഡിൽ നമ്മൾ കണ്ടായിരുന്നു. വോൾട്ടർ ഇക്വേഷന്റെ കേസിൽ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും ഇല്ല. ലാംഡ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും, കാരണം നമ്മൾ അവിടെ കണ്ടു ഡിനോമിനേറ്ററിൽ n ഫാക്ടോറിയൽ വരും. സോ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ അവിടെ Rn of x ടെൻസ് ടു 0 ആണ്. അതേപോലെ കറസ്പോണ്ടിംഗ്ലി നമ്മുടെ ഈ സീരീസ് കൺവേർട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നു. അവിടെ ലാംഡ ലെസ് ദാൻ ഒരു കണ്ടീഷൻ ഒന്നും അവിടെ വരുന്നില്ല. ഫ്രെഡോമിന്റെ കേസിലാണ് ലാംഡ ലെസ് ദാൻ 1 by m into b minus a എന്ന് പറയുന്ന കണ്ടീഷൻ ഒക്കെ വരുന്നത്. സോ ലാംഡ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എടുക്കുമ്പോഴും എടുക്കാത്തപ്പോഴും എന്ന് പറയുന്ന ഒരു കേസ് വോൾട്ടർ ഇന്റഗ്രൽ ഇക്വേഷന്റെ കേസിൽ വരുന്നില്ല. വോൾട്ടർ ഇന്റഗ്രൽ ഇക്വേഷന്റെ കേസിൽ എഫ് ഓഫ് എക്സും കെ ഓഫ് എക്സ്കയും കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഈ സീരീസ് സൊല്യൂഷൻ എപ്പോഴൊക്കെ എക്സിസ്റ്റ് ചെയ്യും? ദാറ്റ് എക്സിസ്റ്റ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ലാംഡ. ആ വോൾട്ടർ ഇന്റഗ്രൽ ഇക്വേഷൻ ഒരു യുണീക് കണ്ടിന്യൂസ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും ഫോർ എനി വാല്യൂ ഓഫ് ലാംഡ. ഓക്കെ, ഇനി ഇവിടെ ഇൻ പർട്ടിക്കുലർ ഒരു പർട്ടിക്കുലർ കേസ് പറയുന്നുണ്ട് വെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ ഈ സൊല്യൂഷനിലേക്ക് തന്നെ നോക്കിയാൽ അറിയാം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 വന്നാൽ എന്ത് സംഭവിക്കും? ഇവിടെ എഫ് ഓഫ് എക്സ് 0, അതേപോലെ ഇവിടെയും ഈ സീരീസിലും ഇന്റഗ്രൽ ഓപ്പറേറ്റർ കെ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എടുക്കുമ്പോൾ നമുക്ക് ബൈ ദ ആ ഇന്റഗ്രലിന്റെ ഡെഫിനിഷൻ വെച്ചറിയാം. എങ്ങനെയാണ് ഇന്റഗ്രലിന്റെ ഡെഫിനിഷൻ? കെ എക്സ് എന്ന് പറയുന്ന ഇന്റഗ്രലിന്റെ കെ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എന്ത് വരും? ഇന്റഗ്രൽ എ ടു എക്സ് കെ ഓഫ് എക്സ് കൈ ഇൻറ്റു എഫ് ഓഫ് കൈ ഡി കൈ. സോ എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ ആ ഇന്റഗ്രലിനകത്ത് എഫ് ഓഫ് കൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും 0. സോ ഓരോ കെ ഓഫ് എഫ് ഓഫ് എക്സും 0 ആണ്. പിന്നെ ഈ എഫ് ഓഫ് എക്സും ഇവിടെ 0 തന്നെയാണ്. സോ വെൻ എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ എന്തായിരിക്കും സൊല്യൂഷൻ? y of x is equal to 0 ആയിരിക്കും സൊല്യൂഷൻ.
സോ അത് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്ന കേസാണ്. യുണീക് സൊല്യൂഷൻ ആണ് എഫ് ഓഫ് എക്സ് 0 ആകുമ്പോൾ ആ യുണീക് സൊല്യൂഷൻ ട്രിവിയൽ സൊല്യൂഷൻ ആയ y of x is equal to 0 ആണ്. അതൊന്ന് എടുത്തു പറയുന്നേ ഉള്ളൂ. In particular, when f of x is equal to 0, the only possible continuous solution is the trivial solution y of x is equal to 0. Okay.